35-കാരനായ കൈതപ്പൊയിൽ സ്വദേശി തേക്കുംതോട്ടത്തിൽ അബ്ദുൾ ജലീലിനെയാണ് കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2012 ഡിസംബറിൽ മംഗലാപുരം കടബ പോലീസ് സ്റ്റേഷനിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണ കേസുമായി ബന്ധപ്പെട്ടാണ് ജലീലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. KSRTC താമരശ്ശേരി ഡിപ്പോയിലെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരനാണ് ജലീൽ. ഇയാളുടെ ഭാര്യ ജസീല ഉപയോഗിച്ച ഫോണിന്റെ IMEI നമ്പർ ട്രേസ് ചെയ്താണ് പോലീസ് ജലീലിന്റെ അടുത്തെത്തിയത്. അബ്ദുൾ ജലീലിന്റെ ഭാര്യ സഹോദരൻ ഗൾഫിൽ നിന്ന് വാങ്ങി നൽകിയ ഫോണാണിത്. ജസീലയുടെ ഒരു സഹോദരൻ ഈ ഫോൺ കുറച്ചുനാൾ ഉപയോഗിച്ച ശേഷം മറ്റൊരു സഹോദരന് കൈമാറി. കുറച്ചുനാളത്തെ ഉപയോഗത്തിനു ശേഷമാണ് ഇയാൾ ഫോൺ ജസീലയ്ക്ക് കൈമാറിയത്. 2012 കർണാടകയിലെ കടബ പോലീസ് സ്റ്റേഷനു നേരെ നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഈ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കർണാടക പോലീസ് അറിയിച്ചത്. ജലീലിന്റെ പിതാവ് KSRTC ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ജോലി ജലീലിന് ലഭിക്കുകയായിരുന്നു. ഇതുവരെ കേരളത്തിന് പുറത്തേക്ക് ജലീൽ പോയിട്ടില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോണേ വരുന്നത് വൈകുന്നേരം വരുന്നത് അല്ലാതെ വേറൊരു കാര്യത്തിനും പോകണമില്ല. വൈകുന്നേരം വരുന്നത് ലീവുള്ള ദിവസം കൃഷിയിടങ്ങളിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നു. അബ്ദുൾ ജലീലിന് പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതുവരെ കുറ്റകൃത്യ സ്വഭാവങ്ങളൊന്നും കാണിക്കാത്തയാളാണ് ജലീലെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. നാട്ടിലൊക്കെ എല്ലാവരോടും വളരെ സൗഹൃദമുള്ള ഒരാളാണ്. ആരോടും ഇതുവരെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ആരും ഇതുവരെ അതിനെക്കുറിച്ച് പറയാത്തതാണ്. താമരശ്ശേരി CIയുടെ സഹായത്തോടെ മംഗലാപുരം DCRB DYSP SM വർണേക്കറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ പോലീസ് കർണാടകയിലേക്ക് കൊണ്ടുപോയി. മീഡിയ 1